എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബാർബിക്യൂ അൽഫാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യം കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമുക്ക് മസാല അരപ്പ് പുരട്ടാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് വരഞ്ഞു വെക്കാം ചിക്കൻ. അതിലേക്ക് മല്ലിയില, പുതിനയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ് എന്നിവ ചേർത്ത് അരച്ചെടുത്ത പേസ്റ്റ് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. നമുക്കിതിൻ്റെ അകത്ത് 2 മസാല വരുന്നുണ്ട്. ആദ്യം ഈ അരച്ച മസാലയും പിന്നെ പൊടികളെല്ലാം കൂടെ ചേർത്തൊരു മസാലയും. ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ആദ്യത്തെ മസാല. ഈ മസാലയ്ക്കകത്തിൽ ഒന്ന് വിട്ടുപോയി, 2 സ്പൂൺ തൈരും കൂടെ ചേർത്ത് വേണം അരയ്ക്കാൻ. അതിനുശേഷം സെക്കൻഡ് മസാല തയ്യാറാക്കുന്നത് 3 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അത് നന്നായിട്ട് മസാല കുഴച്ചെടുക്കുക. അതിനെ ഈ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. അതും ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. എപ്പോഴും ഉണ്ടാക്കുന്നത് പോലെയല്ല, ഇപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത് 2 മസാലയാണ്. ഇത് രണ്ടിൻ്റെ ഫ്ലേവർ രണ്ടായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്കിനി ഗ്രില്ലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള കരി പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. അതിലേക്ക് ഒരു ചിരട്ട വെച്ച് അതിൽ കുറച്ച് കർപ്പൂരം ഇട്ട് കത്തിച്ച് കൊടുക്കുക. അത് തീയായിട്ട് നിൽക്കരുത്, കനലായിട്ട് വേണം നിൽക്കാൻ. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മസാലയെല്ലാം കരിഞ്ഞു പോകും. നമുക്ക് വേവുക മാത്രമേ ചെയ്യാവൂ. കരിഞ്ഞു പോയാൽ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ഗ്രില്ലിലേക്ക് കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് വെക്കുക. ആ വെച്ച ഗ്രില്ല് പതിയെ ഈ നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന കനലിൻ്റെ മുകളിലേക്ക് വെച്ച് ഒരുപാട് സമയം ഒരു സൈഡ് വെക്കരുത്, തിരിച്ചും മറിച്ചും വെച്ച് കൊടുത്ത് അത് പതിയെ അതിൻ്റെ നെയ്യെല്ലാം ഉരുകി ഇറങ്ങുന്നത് തന്നെ നോക്കി പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വെക്കുക. ഈ ചിക്കനിലേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കുന്ന മസാലയൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, സ്മോക്കി ബാർബിക്യൂ സോസ്. അത് 2 സൈഡിലും നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ അൽഫാമിൻ്റെ അവസാനത്തെ സ്റ്റെപ്പായിരുന്നു സോസ് തേക്കുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് സമയം കൂടെ തിരിച്ചും മറിച്ചും വെച്ചതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുകയാണ്. ബാർബിക്യൂ അൽഫാം അച്ഛനും മോനും ടേസ്റ്റ് ചെയ്തു. അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.